നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കണ്ണില്ലാത്ത ക്രൂരത. കൊണ്ടാഴി കിളിനിക്കടവിൽ പാടശേഖരത്തിൽ മേയുന്നതിനിടെ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച പശുക്കിടാവിന് ഗുരുതര പരിക്ക. പന്നിവേട്ടക്കാർ സ്ഥാപിച്ച കെണിയെന്ന് നാട്ടുകാർ. അപകടത്തിൽ പശുക്കുട്ടിയുടെ മുഖം പൂർണ്ണമായും തകർന്ന നിലയിൽ. പന്നിപ്പടക്കം പാടശേഖരത്തിൽ നിക്ഷേപിച്ചവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന ജനകീയ ആവശ്യം. അകമല ജനവാസ മേഖലയ്ക്കടുത്തെ വന്യമൃഗശല്യം തടയാൻ കർമ്മ പദ്ധതി. പട്ടാണിക്കാട് മുതൽ ചേപ്പലക്കോട് വരെ 5 കിലോമീറ്റർ ദൂരം സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികൾക്ക് തുടക്കമായി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA-യുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിരത്തുകളിൽ നിന്നൊഴിയാതെ വാഹനാപകടങ്ങൾ. എരുവപ്പെട്ടി നെല്ലുവായിൽ കാറും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. വെള്ളറക്കാട് സ്വദേശികളായ 4 പേരും ഇതര സംസ്ഥാനക്കാരായ 2 പേരുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്പലപുരത്തെ അക്ഷരമുത്തശ്ശി ദേശവിദ്യാലയം UP സ്കൂളിൽ ഉത്സവ നിറവിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷത്തിന് സമാപനമായി. കേളിരവം 2K25-ന്റെ സമാപന സമ്മേളനം കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിന്റെ അക്ഷരപുണ്യം MT വാസുദേവൻ നായർ, പ്രശസ്ത ഗായകൻ P ജയചന്ദ്രൻ എന്നിവരുടെ സ്മരണാർത്ഥം സുഹൃതശ്രുതി നൃത്താവിഷ്കാരവും അരങ്ങേറി. മറ്റ് കലാപരിപാടികളും ആഘോഷത്തിന് നിറം പകർന്നു. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ഡയറക്ടറായി തിരഞ്ഞെടുത്ത NR രാധാകൃഷ്ണന് ജന്മനാടിന്റെ ആദരം. പുതുരുത്തി ക്ഷീര സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ സ്വീകരണ സമ്മേളനം. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ CN വത്സലൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ശതാബ്ദിയോടനുബന്ധിച്ച മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. SNDP തലപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചാൽ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ പടർന്നു പിടിക്കുമെന്ന TR രാജേഷ്. പീച്ചി കണ്ണാറയിൽ തേനീച്ചാക്രമണത്തിൽ വയോധികനടക്കം 4 പേർക്ക് പരിക്കേറ്റു. വീട്ടുപറമ്പിൽ നിന്നും വയോധികനാണ് കടന്നലാക്രമണത്തിൽ ആദ്യം പരിക്കേറ്റത്. രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു മറ്റുള്ളവർക്ക് നേരെയും തേനീച്ചാക്രമണം. പരിക്കേറ്റ മുഴുവൻ പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൂരം എക്സിബിഷന് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തറവാടക പ്രശ്നം വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. പൂരവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളുടെ ഏകോപനം ജില്ലാ ഭരണ സംവിധാനം ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി. വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം. മുതുവറ സെന്ററിൽ സ്വകാര്യ ബസ് ഇടിച്ച് കാൽനട യാത്രികനായ വയോധികന് ദാരുണാന്ത്യം. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടവും ദുരന്തവും. ചൂരക്കാട്ടുകര സ്വദേശി ഇടശ്ശേരി വളപ്പിൽ വീട്ടിൽ 70-കാരൻ രാമകൃഷ്ണൻ എന്ന അപ്പുവാണ് മരിച്ചത്. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിന് അറുതി വരുത്തണമെന്ന് നാട്ടുകാർ.